വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടക്കമൊക്കെ എന്താക്ക് നന്നായിട്ട് എൻ്റെ തൊലി പോക്ക് എന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മളത് പോക്കുന്നൊരു ശ്രമമാട്ടോ നടത്തുന്നത്. അന്നേരം എന്നോട് പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചുകൊണ്ട് വീഡിയോ ഞാൻ എടുത്തോളൂ, നീ ഇത് പൊക്കിയാൽ മതി എന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ അടക്കത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് നമ്മൾ ആര് ഫാത്തിമ ഉണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നത്. ഓള് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയി എടുക്കാന്ന് പറഞ്ഞതിനെ കൊണ്ട് ഓലെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ട് നീ എടുക്കണ്ട, നീ ഇവിടുന്ന് പണിയെടുത്തു പോകുന്നു. ഫാത്തിമ നന്നായിട്ട് വെള്ളത്തിൽ എന്താണ് ഉഷാറായിട്ട് കളിക്കുന്ന സമയത്ത് തന്നെ ഫാത്തിമാനോട് ഞാൻ പറഞ്ഞു നീ അവിടെ നിന്ന് കളിക്കുക, ഞാൻ അവിടെ നിന്ന് ഇതാക്കാന്ന്. അങ്ങനെയെല്ലാം കൂടി ഫാത്തിമ ഓടി ഇങ്ങ് പോകുന്നിട്ടോ, ഫോണും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പൊളിക്കുക തന്നെ മടിച്ച് ഒരു വൈക്കയക്കുക ഞാൻ. അങ്ങനെയെല്ലാം കൂടി എൻ്റെ മക്കളെ ഈറ്റയാളെ കൊണ്ട് തോറ്റിക്ക് മണ്ണിന്ന് കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിലൊക്കെ നമ്മളിങ്ങനെ കളിച്ചിക്കോന്ന് വെച്ചാൽ നമുക്കറിയില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള എൻ്റെ നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല, മെമ്മറി ലോസ് എന്നൊക്കെ പറയാലോ. ഇവർ ഇവിടുന്ന് നന്നായിട്ട് മണ്ണിൽ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഒരാളുടെ ലൈറ്റ് ഹൗസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് മറ്റേ പിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുത്തി വെക്കുന്നത് കൃതുണ്ട് എന്താക്കുന്നത് എന്തൊക്കെയോ പടം കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ക്യാമറ കണ്ടാലും ഒക്കെ അന്നേരം ഒരു കിഞ്ഞാരൊക്കെ കൂടുതലാണ്. പിന്നെ വെച്ചുകൊണ്ട് ഞാൻ വല്ലോട് ഇങ്ങനെ കളിക്കുന്നുണ്ട്, ഒരാളുടെ ഡ്രസ്സ് നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മൂത്രം ഒഴിച്ച് വയ്ക്കുമോ എന്നുള്ളൊരു സംശയത്തിലാട്ടോ അവർ അന്നേരം കാണിച്ചത്. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് ശനിയാഴ്ച എന്തായാലും ആയില്ലേ, ഇനി ഞായറാഴ്ചയും കൂടി ആയിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച നിങ്ങൾക്ക് പോകാലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓ ഞങ്ങൾ തിങ്കളാഴ്ച അങ്ങ് പോയി സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ എന്ന്. ഇന്നും കൂടിയും കളിച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മണ്ണെന്ന് കളിച്ചോ, മണ്ണെന്ന് കളിച്ചാൽ കുറേ ഗുണങ്ങളുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേത്ത് നിറച്ച് ചളിയാവും, വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറയുന്നിട്ടേക്ക്. പിന്നെ വില കളിയെന്ന് വെച്ചാൽ ഒരു 1.5 കളിയാനെ കൊണ്ട് ആ കളി നോക്കിയിട്ട് ഇങ്ങനെ കുറേ നേരം കുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ലേശം ചൂടാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കളിയിൽ ഇളിയെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് മൂപ്പർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മൂപ്പർ ഉഷാറായിട്ട് എന്താ കുത്തിൻ്റെ കാര്യം. ഫാത്തിമാവ് പോയി എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഓന് ഭയങ്കര പ്രശ്നമാക്കി. പിന്നെന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണും, വീഡിയോ ഇഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ബോറടിക്കുന്ന ആൾക്കാരായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അടിച്ചേക്ക്. പിന്നെ ഞാൻ നോക്കുന്നവരുണ്ട് നമ്മളെ ഫാത്തിമ ഉണ്ട് പൈപ്പിൻ്റെ തൊട്ട് പോയിട്ട് അപ്പുറത്തുനിന്ന് വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കുന്നു കേട്ടോ. ഞാൻ അന്നേരം ഉമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു പൈപ്പിൽ വെള്ളം ഇല്ലാലോ എന്ന് വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് മൊത്തം പൂട്ടിയിട്ട് അവളിങ്ങനെ തുറന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ആക്കുന്നതെന്ന്. അന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഫാത്തിമ നീ നേരെ പോയിട്ട് ആ വണ്ടീൻ്റെ തൊട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ പ്രശ്നങ്ങളുണ്ടോ നോക്കുന്ന പറയുമ്പോഴത്തേക്ക് ഊപ്പർ വലിയ മെക്കാനിക്കറ്റാൻ പോകുന്നതിനോട്ട് നേരെ വണ്ടീൻ്റെ അരിയത്തേക്ക് പോയി. എന്നിട്ടാണെന്ന് 2 തട്ടലൊക്കെ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു ഇത് എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇട്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നെങ്കിലും എടുത്ത് അങ്ങോട്ടേക്ക് ഇട്ടേ. അതേമാതിരി മൂപ്പറെ ചെയ്യുകയും ചെയ്ത് കിട്ടോ. നല്ല അനുസരണമുള്ള കുട്ടിയെ. പിന്നെ നേരെ അടുത്ത കവോന്ന് വെച്ചുകൊണ്ട് ഈറ്റയാൾ കളിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി. ആടെ നല്ല അടിപൊളിയിൽ എന്താണ് നമ്മളെ ചിരട്ട കൊണ്ട് മുട്ട ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കി വെച്ചിരുന്നു. ഇവിടെ നന്നായിട്ട് ആ പോയിട്ട് ഇങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ അറിയാലോ. പിന്നെ അടി കുലുമാര് എന്ന് പറയേണ്ട മൊത്തം ഇത് തന്നെ അതിന് ഇന്നത്തെ ദിവസം. അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാവരും പോയി കുളിച്ചിട്ട് എന്താക്കി ഉഷാറായിട്ട് പോവാ, ഞായറാഴ്ച അല്ലേ. അപ്പം വൈകുന്നേരം നിങ്ങൾക്ക് നിങ്ങളെ പുരയെ പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഓ ആബിത് കൊണ്ടാക്കി തന്നാൽ മതി. ആബിത് കാരണം അന്നേരം തന്നെ എന്നെ കൊണ്ട് പറ്റൂലേ കൊണ്ടാക്കാൻ, ബസ്സിന് പോയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു കിട്ടോ. അങ്ങനെ വില എല്ലാവരും കൂടിയും കുത്തിന് കഴിച്ച് അടിയായി വിടിയായി എന്ന് പറയുന്നതിനൊട്ടൊക്കെ എന്തൊക്കെയോ കൊണ്ട് നടക്കുന്നത്. അപ്പം എന്താക്കുക നമ്മളെ ചാനൽ ഇഷ്ടമായിക്കണ്ടേ വീണ്ടും പറയാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്ത്. കണ്ടു ബോറടിച്ച ആൾക്കാരൊക്കെ നല്ല അടിപൊളിയിൽ കമൻ്റ് അടിക്കി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളെ വീട്ടിലുള്ള ഇതേമാതിരിയുള്ള ചെറിയ വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളും കണ്ട് കുത്തിരിക്കുക.